കരിഷ്മ, ഇപ്പോൾ ഇന്റർനാഷണൽ വാർത്തകൾ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു വെടിവെപ്പിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ ബി, ഇപ്പോൾ അമേരിക്കയിൽ ഒരു വെടിവയ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിലൊരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കുകളുണ്ട്. പരിക്കുകൾ പറ്റിയവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്ക് പരിക്കുകൾ പറ്റിയെന്നോ ഇതിൽ ഒന്നിലധികം ആളുകൾ മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കറുത്ത മുഖംമൂടി ധരിച്ച് ഒരു പൊക്കം കുറഞ്ഞ ആളാണ് വെടിവയ്പ് നടത്തിയത്. വെടിവെച്ച ആളിനെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി തവണ US-ൽ ഇത്തരത്തിൽ വെടിവയ്പ്പുകൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും വേഗം തോക്കുകൾ ലഭ്യമാകുന്നതാണ്. ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെക്കുന്ന അവസ്ഥയിലെത്തുന്നത്. ലൈസൻസ് വളരെ എളുപ്പം ലഭിക്കുന്ന ഒരു രാജ്യമാണ്. തോക്കുകൾ വാങ്ങാനുള്ള ലൈസൻസ് വളരെ എളുപ്പം ലഭിക്കുന്ന ഒരു രാജ്യമാണ് US. ഇത്തരത്തിൽ നിരവധി പേർ ഇങ്ങനെ വെടിവയ്പ്പിലൂടെ മരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ബി. അമേരിക്കയിൽ വീണ്ടും വെടിവയ്പുണ്ടായിരിക്കുകയാണ്. മിഷിഗൺ സർവകലാശാലയിലുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഒപ്പം തന്നെ സിറിയയിലുണ്ടായിട്ടുള്ള ഭൂകമ്പം, തുർക്കി സിറിയയിലുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കരിഷ്മ ആന്റണി.